ആക്കിക്കോ. സോറി ഗൈസ്. അപ്പം ഞാൻ പഴയ മറ്റേ വീഡിയോ ഞാൻ ഒരുമിച്ചല്ല എടുത്തത്, അപ്പം അതിൻ്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈക്കിളിൻ്റെ പടത്തിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൈക്കിളിൻ്റെ പടം എന്താണെന്ന് അറിയാലോ, സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ നോക്കാം. ലാൻഡിങ് ത്രൂ ദ ബോൾ ടു മൈക്കിൾ caught it, bounced it for a moment and then took off. എന്താണ് ലാറി ബോൾ അവന്റെ നേർക്കെറിഞ്ഞു. മൈക്കിൾ എന്ത് ചെയ്തു? മൈക്കിൾ ആ ബോൾ പിടിച്ചിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ താഴെയിട്ട് ബൗൺസ് ചെയ്യാന്ന് പറയില്ല, ഇങ്ങനെ 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 ആക്കുക, ആ സംഭവം ചെയ്തു. എന്നിട്ട് എന്ത് ഒരു മൊമെന്റ് നിന്നിട്ട് അവൻ ആ ബോൾ തിരിച്ചെറിഞ്ഞു എന്ന് പറയാണ്. തിരിച്ചെറിയാണ് പറയാൻ. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. Mark followed, but while he was still shifting, Michael spun to his left. And then he stepped behind Mark and shot. പിന്നീട് എന്താ പറയുന്നത്? The ball arched far above his opponent's hands and fell silently through the hoop. Okay, അപ്പം 2 points. The game was over. Michael's team had won. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറി അവന്റെ നേർക്ക് ബോൾ എറിഞ്ഞു. അപ്പം അവൻ പെട്ടെന്ന് തിരിച്ച് ബോൾ എറിഞ്ഞു. ഓക്കെ, അതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം. തിരിച്ച് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് ബോൾ എറിഞ്ഞു, അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അവൻ മാർക്കിന്റെ അടുത്ത് ആ ബോൾ എത്താറായപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എറിഞ്ഞ് മാർക്കിന്റെ ആ ഒരു നേർക്ക് എത്തിയപ്പോ എന്താണ്, മൈക്കിള് മാർക്കിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ പോയി നിന്നു. ഓക്കെ, നിങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ അറിയായിരിക്കും. മാർക്ക് ഫോളോയിഡ്. പക്ഷെ മാർക്ക് മൈക്കിളിനെ ഫോളോ ചെയ്തുകൊണ്ട് പോയി. പക്ഷേ മൈക്കിള് അപ്പോഴും അവനെ ഇങ്ങനെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. വെച്ച് കഴിഞ്ഞാല് മാർക്ക് ഇപ്പൊ ഈ സൈഡിലാണെങ്കിൽ മൈക്കിൾ അപ്പം അങ്ങോട്ട് പോകും, മാർക്ക് ഈ സൈഡിൽ വരുമ്പോൾ മൈക്കിള് ഇങ്ങോട്ട് ചാടും. അങ്ങനെ അവനെ പൊട്ടൻ കളിപ്പിച്ചുകൊണ്ടിരുന്നു, പൊട്ടനെ പോലെ. അവൻ ബോള് എറിഞ്ഞിട്ടില്ല, ബോൾ എപ്പോഴും അവൻ്റെ കയ്യിലുണ്ട്. അവനിങ്ങനെ ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ എൻ്റെ ബോളില്ല, സോറി. അപ്പം അവനിങ്ങനെ എറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറയണം. അങ്ങനെ എന്നിട്ട് ഈ മാർക്കിനെയൊക്കെ തോപ്പിച്ചുകൊണ്ട് മൈക്കിള് തിരിച്ച് ബോൾ എറിഞ്ഞപ്പം ആ ബോൾ ഇങ്ങനെ ഒരു കളിക്കാരൻ്റെ തലയുടെ മോളിൽ കൂടെ പോയി ഒരു വളഞ്ഞ് പോയിട്ട് ആ ഹൂപ്പിൽ വീണു എന്ന് പറയണം. ഹൂപ്പ് മീൻസ് മറ്റുള്ള ബാസ്കറ്റ് ബോളുള്ള തുളയുള്ള ഒരു കപ്പില്ലേ, അത് ആ സാധനത്തിൻ്റെ അകത്ത് വീണു എന്ന് പറയാണ്. എതിരാളിയുടെ തലയ്ക്ക് മോളിൽ കൂടെ പോയി ആ ഹൂപ്പിൽ വീണു എന്ന് പറയാണ്. 2 points. സോറി. അപ്പം 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആൾക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഗെയിം ഓവറായി. മൈക്കിളിന്റെ ടീം ജയിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, It was just as Michael had dreamed. ഇത്ര മാത്രമേ മൈക്കിൾ സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഓക്കെ, when he realized what he had done, പെട്ടെന്നാണ് ബോധോദയം ഉണ്ടായി. ഞാൻ എന്താ ഇപ്പൊ ചെയ്തത് എന്നൊരു ബോധോദയം ഉണ്ടായി. മൈക്കിൾ took off and didn't stop until he had reached his home. മൈക്കിൾ ഓടിക്കൊണ്ടേയിരുന്നു, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ഈ ചെറുക്കന് കാലൊന്നും വേദനിക്കില്ല എന്താ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവന്റെ വീടെത്തുന്നവരേക്കും അവൻ ഓടിക്കൊണ്ടേയിരുന്നു. അവൻ നിർത്തിയില്ല. ബർസ്റ്റിംഗ് ത്രൂ ദ ഡോർ. ബർസ്റ്റിംഗ് മീൻസ് ഡോറൊക്കെ ബർസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറൊക്കെ തള്ളി തുറന്ന് he shouted, I did it, Dad and Mama. ഇങ്ങനെ പറയണം, ഞാനത് ചെയ്തു അച്ഛ അമ്മേ, ഇങ്ങനെ ചെയ്തു എന്ന് പറയാണ്. അതായത് അവരുടെ നാട്ടിലുള്ളവർക്ക് മാത്രം കേൾക്കാം ഷൗട്ട് ചെയ്യുമ്പോൾ. അങ്ങനെയാണ്. അപ്പം എന്താണ്, I did it. I shot right over the tall guy's head and we won. എന്താണ്, ഞാൻ ആ ഒരു ബോൾ എടുത്ത് എൻ്റെ എതിരാളിയുടെ തലയ്ക്ക് മുകളിലൂടെ എറിഞ്ഞ ഹൂപ്പിൽ കൊണ്ട് ഞാൻ ജയിച്ചു അമ്മേ എന്ന് പറയാണ്. And we won. ഞങ്ങൾ അങ്ങനെ ജയിച്ചു. Running in behind him, Ronnie and Larry joined the celebration. അവന്റെ പുറകെ വന്ന റോണി ലാറിയും കൂടെ ആ സെലിബ്രേഷനിൽ പങ്കുചേർന്നു എന്ന് പറയാണ്. That's right, little brother, you did it. You won the game for us. അത് സത്യമാണ് എൻ്റെ കുഞ്ഞ് നിജ എന്നിങ്ങനെ പറയാണ്. എന്തൊരു ക്രഞ്ച് പിടിച്ച് പറത്താണത്. അത് ശരിയാണടാ മോനെ എന്ന് പറയാനുള്ളതിന്
കുഞ്ഞനുജ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് റൈറ്റ്. ഒരു മോനെ എന്ന് പറയാണ്. ചെറുക്ക അത് നല്ലതാണ് ചെറുക്ക എന്നിങ്ങനെ പറയാണ്. അപ്പം എന്താണ്, നീ കളി ജയിച്ചു, നമുക്ക് വേണ്ടി നീ കളി ജയിപ്പിച്ചു എന്ന് പറയാണ്. ആഫ്റ്റർ ദാറ്റ് ഡേ മാമ സ്റ്റോപ്പ് പുട്ടിങ് salt in Michael's shoes, but Michael did not stop being patient and working hard. എന്താണ് ഇവിടെ പറയുന്നത്? അന്ന് മുതൽ മൈക്കിളിന്റെ അമ്മ അവന്റെ ഷൂസിൽ സോൾട്ട് ഇടുന്നത് നിർത്തുകയും ചെയ്തു. പക്ഷേ മൈക്കിൾ അവന്റെ ഹാർഡ് വർക്കും പേഷ്യൻസും നിർത്തിയില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് വർക്ക് പേഷ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. അതായത് വേണമെങ്കിൽ പുല്ലും തിന്നും എന്നൊരു സോറി ഗൈസ്, വേണമെങ്കിലല്ല ഗതി കെട്ടാലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മലയാളം വലിയ പിടുത്തമില്ല, മലയാളം പഴഞ്ചൊല്ലുകൾ. ഓക്കെ, മലയാളം സംസാരിക്കാൻ അറിയട്ടോ, പഴഞ്ചൊല്ലുകൾ എനിക്ക് വലിയ അറിഞ്ഞൂടാ. അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പക്ഷെ ഞാനിത് കണ്ടിട്ടില്ല അങ്ങനെ വേരി കായ്ക്കുന്നത്. ഞാനിങ്ങനെ ചക്കയുടെ ഏറ്റവും അടിഭാഗത്തൊരു ചക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ സപ്പോർട്ട് എത്രയുള്ളൂ. ബൈ.